ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. അങ്കാരപർണോപാഖ്യാനം. അർജുനൻ മുമ്പിലൊരു കൊള്ളിയും മിന്നി മിന്നി നിർജ്ജര നദി കടന്നിടുവാൻ തുടങ്ങുമ്പോൾ മജ്ജനം ചെയ്യുന്നൊരു ഗന്ധർവൻ തന്നെ കണ്ടു. നിർജ്ജരാധിപതനയാദികൾ നിന്ന നേരം അങ്കനാജനവുമായി അങ്കജവിവശനായി ശൃംഗാരരസം പൂണ്ടു ശൃംഗാരയോനിസമൻ ഗംഗയിൽ സോമസ്രവായണമാം തീർത്ഥത്തിങ്കൽ അങ്കാരവർണ്ണനെന്ന ഗന്ധർവൻ ക്രീഡിക്കുമ്പോൾ കോപവും കലർന്ന പഞ്ചാപവും കുലയേറ്റി ഭൂപതി വരന്മാരാം പാണ്ഡവന്മാരോട് ചൊന്നാൻ, പൂർവരാത്രാദീങ്കൽ ഘോരമായുള്ള സന്ധ്യാകാലത്തു മനുഷ്യർക്കു സഞ്ചരിക്കരുതല്ലോ. യക്ഷരാക്ഷസ ഗന്ധർവാദികൾക്കുള്ള കാലം ധിഖരിച്ച് അതിലോകം കൈക്കൊണ്ടു നടക്കിലോ ഭക്ഷിക്കും മനുഷ്യരെ രക്ഷസാം പരീക്ഷകൾ രക്ഷിപ്പാൻ പോരുമെങ്കിലേതുമേ മടിക്കേണ്ട. അങ്കാരവർണ്ണനെന്ന ഗന്ധർവ പ്രവരൻ ഞാൻ, അങ്കാരവർണ്ണം മമ നാമത്താൽ വനമിതും ഔഷീഷനാകുന്നതു ധനദ സഖിജാൻ ഞാനും രോഷവും എന്നോളമില്ലാർക്കുമെന്നറിഞ്ഞാലും കൗണപാദികൾ പോലും ഇവിടെ വരുവില്ല. പ്രാണനെ വെടിഞ്ഞു വന്നിടുവാനെന്ത് നിങ്ങൾ എന്നതു കേട്ട നേരം ചൊല്ലിനാൻ ധനഞ്ജയൻ, നന്നു നന്നത്രയും നീ ചൊന്നതു നന്നു പാരം. ഹിമവൽഗിരി ഗംഗാ സമുദ്രം ഇവറ്റിങ്കൽ പകലും രാവും സന്ധ്യാനേരവും നടന്നിടാം. എല്ലാവർക്കും ഗമിച്ചിടാം എല്ലാ നേരവും, അതിനില്ലൊരു തടവേതും ദുഷ്ടജന്തുക്കളാലേ എന്നല്ലോ മുനിവരരാകിയ വേദവ്യാസൻ ചൊല്ലിയത്. അസത്യമല്ലെന്നു നീ അറിഞ്ഞില്ലേ? ക്ഷുദ്രന്മാരല്ല ഞങ്ങൾ, നിങ്ങളെ പേടിപ്പതിനദ്രിസാഗരാദിയും ഭേദിപ്പൻ ദിവ്യാസ്ത്രത്താൽ. ദുർബലന്മാരായി ഭീതന്മാരായ മനുഷ്യരെ കർപ്പുരാദികൾ പേടിപ്പിച്ചിടുകെന്നേ വരൂ. ദുർമതം കലർന്നൊരു ഗന്ധർവ വീരനപ്പോൾ നിർമ്മലതരമായ ശസ്ത്രൗഖം പ്രയോഗിച്ചാൻ. ഉൽമുഖം കൊണ്ടു തടുത്തിടിനാൻ കിരീടിയും പൊന്മയമായ രഥം തന്നെയും ദഹിപ്പിച്ചാൻ. അർജുനൻ പ്രയോഗിച്ചൊരാഗ്നേയാസ്ത്രത്താൽ അപ്പോൾ സജ്വരനായി മോഹിച്ചു വീടിരു ഗന്ധർവനും. കൈശികം ചുറ്റിപ്പിടിച്ചപ്പോഴേ വധിപ്പാനായി ആശുഫൽഗുനൻ തുനിഞ്ഞിതു കണ്ടവൻ. ഭാര്യ സുന്ദരി കുംഭീനസി ധർമ്മനന്ദനൻ കാൽക്കൽ ക്രന്ദനം ചെയ്തു വീണു ശരണം പ്രാപിച്ചപ്പോൾ ശ്രീനാഥൻ പരാജിതൻ കീർത്തി